വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ പക്ഷി ഔർ ദീമകാണ്. ഇതൊരു കഹാനിയാണ് അല്ലേ, വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് പക്ഷി ഔർ ദീമക്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അഡീഷണൽ കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷി अपने पंख देकर दीमक लेता है, यहाँ പക്ഷി का कौन सा മനോഭാവ് പ്രകട होता है. പക്ഷി തൻ്റെ തൂവലുകൾ നൽകി ചിതല് വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ എന്തു മനോഭാവമാണ് പ്രകടമാകുന്നത്? ആൻസർ നോക്കാം. नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. നമ്മുടെ ചെറുപ്പക്കാരനായ പക്ഷി, നൗജവാൻ പക്ഷിക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ചോ അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ചോ ഒരു ചിന്തയുമില്ലായിരുന്നു. കോയി മെഹനത് കിയെ ബിന ആസാനി സെ മിൽനെ വാലെ ഭോജൻ സെ സന്തുഷ്ട ഹോനെ കാ മനോഭാവ് ഉസ്മേ ഹെ. എന്താണ് ഒരു പണിയും ചെയ്യാതെ, കോയി മെഹനത് കിയെ ബിന എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ, ഒരു പരിശ്രമവും ചെയ്യാണ്ട് ആസാനീസെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം വളരെ സന്തോഷകരമായിട്ട് കഴിക്കാനാണ് കഴിക്കുന്ന പക്ഷിയുടെ മനോഭാവമാണ് ഇവിടെ പ്രകടമായത്. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. दीमके हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. इस कथन के आधार पर वर्तमान संस्कृति का विश्लेषण करें. ഇതാണ് ചോദ്യം. ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല, അവയ്ക്ക് വേണ്ടി സ്വന്തം ചിറകുകൾ, അതായത് പക്ഷിയുടെ തൂവലുകൾ ഒരു കാരണവശാലും നൽകാൻ സാധിക്കില്ല. ഇവിടെ എന്ത് വാസ്തവമാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ആൻസർ. यहाँ हमारी खाद्य संस्कृति की ओर संकेत किया गया है. हम अपने स्वाभाविक आहार को छोड़कर फास्ट फूड संस्कृति के पीछे भाग रहे हैं. शुरू में बड़ी रसीली लगेगी, लेकिन अंतिम परिणाम भयानक होगा. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷി കോ ബേവ്കൂഫ് കഹനെ കെ സംബന്ധ മേ ആപ്കി റായ് ക്യാ ഹേ. യുവാവായ പക്ഷിയെ വിഡ്ഢി എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ. യഹ് ബിൽകുൽ സഹി ഹേ. ഇത് തികച്ചും ശരിയാണ്. യഹ് പക്ഷി പ്രലോഭൻ മേ ഫസ്കർ അപ്ന അസ്തിത്വ ഖോത്താ ഹേ. ഈ പക്ഷി പ്രലോഭനങ്ങളിൽ വീണ് തൻ്റെ അസ്തിത്വം ഇല്ലായ്മ ചെയ്യുകയാണ്. അന്തുമേ വഹ് അപ്പന അസ്തിത്വ വാപ്പസ് ലേനേക്ക പ്രയാസ്തോ കർത്താ ഹേ. അവസാനം അവൻ്റെ അസ്തിത്വം തിരിച്ചു കിട്ടാൻ അവൻ കഷ്ടപ്പെടുന്നു. തബ് തക്ക് ഉസ്കാ സബ് കുച്ച് നഷ്ട ഹോ ജാത്താ ഹേ. അപ്പോഴേക്കും അവൻ്റെ എല്ലാം തന്നെ നഷ്ടമാകുന്നു. പക്ഷി കാ വ്യവഹാർ ബേവ്കൂഫി ഹി ഹേ. പക്ഷിയുടെ സ്വഭാവം ഒരു വിഡ്ഢിയുടെ സ്വഭാവമായിരുന്നു. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസാണ്. നമൂനയ്ക്ക് അനുസാർ കഹാനിക്ക് പ്രസംഗം കോ ചുൻകർ ലിഖിയും. മാതൃകയനുസരിച്ച് കഥയിലെ സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. നമുക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. വ്യവഹാരമുണ്ട്, പ്രസംഗമുണ്ട്. വ്യവഹാർ എന്നത് സ്വഭാവമാണ്. പ്രസംഗം എന്ന് പറയുന്നത് ആ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി നടന്ന സംഭവങ്ങൾ. ഇവിടെ സ്വഭാവമായിട്ട് വ്യവഹാരമായിട്ട് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അലസതാപൂർണ്ണ കാര്യകർണ എന്ന് പറഞ്ഞാൽ അലസതാപൂർണമായിട്ട് മടി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിനെ ഒരു പ്രസംഗം, അതിൻ്റെ സിറ്റുവേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നൗജവാൻ പക്ഷിക്കോ ലഗാ യഹ് ബഹുത്ത് ബഡി സുവിധാ ഹേ കി ഏക ആദ്മി ദീമകോം കോ ഭൗരോ മേ ഭർക്കർ ബേച്ച് രഹാ ഹേ. നമ്മുടെ യുവാവായ പക്ഷിക്ക് തോന്നി ഇത് വളരെ നല്ല ഒരു ചാൻസാണ്, ഒരു മനുഷ്യൻ ചിതലിനെ ചാക്കുകളിലാക്കി നിറച്ച് വിൽക്കുന്നത്. അടുത്തത് താത്കാലിക് ലാഭ് കേലിയെ അസ്തിത്വ നഷ്ടകരണ. താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അസ്തിത്വം നഷ്ടപ്പെടുത്തുക. അതിൻ്റെ പ്രസംഗം ഇതാണ്. ഗാഡി വാലേക്കോ ഏക് പങ്ക് ദേക്കർ ദോ ദീമകൻ ഖരീദിലേത്താ ഹേ. വണ്ടിക്കാരനെ ഒരു തൂവല് കൊടുത്തിട്ട് 2 ചിതല് വാങ്ങുന്നു. ബഡോം കി ബാത്തോം കോ ബിനാ സച്ച് ബച്ച് കെ ദിക്കാർന. വലിയവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക. ഇവിടെ നൗജവാൻ പക്ഷീനെ ബഡേഹി ഗർവ് സെ അപ്ന മൂഹ് ദൂസരി അവർ കർലിയ. അതായത് പിതാവായ പക്ഷി പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം തിരിച്ചിരുന്നു. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അടുത്തത് പ്രലോഭൻമേ പൂരി തരഹ് ഫസ് ജാന. പ്രലോഭനത്തിൽ മുഴുവനായിട്ടും അകപ്പെട്ടു. अब उसे ना तो दूसरे कीड़े अच्छे लगते, ना फल, ना अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया. അതാണ് അവിടെ എഴുതേണ്ടത്.
അടുത്തത് അപ്പനെ ഗൽത്തിയോം പർ സഫായി ഗോജന, തൻ്റെ തെറ്റിനെ തന്നെ അവിടെ ന്യായീകരിക്കുക. ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹെ വഹ് മൂർഖോം കാ കാം ഹെ, അവൻ വിചാരിച്ചു എന്ത്, ആകാശത്ത് പറക്കുക എന്ന് പറയുന്നത് വ്യർത്ഥമാണ്, അത് വിഡ്ഢികളുടെ ജോലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തത് ഗോയെ ഹുയ അസ്തിത്വക്കോ ഫിർസെ പാനേക്ക് കോശിഷ് കർണ, അത് നഷ്ടപ്പെട്ട അസ്തിത്വം വീണ്ടും തിരിച്ചു കിട്ടാനുള്ള ശ്രമം. ഇവിടെ വഹ് ഖൂബ് മെഹനത്ത് സെ ജമീൻ മേം സെ ദീമകേൻ ചുൻ ചുൻകർ ഖാനെ കെ ബജായ് ഉനെ ഇക്കട്ട കർണേ ലഗെ, അതായത് കഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ നിലത്തു നിന്ന് ദീമകൊക്കെ ശേഖരിച്ച് അതിനെ കഴിക്കാണ്ട് അവിടെ കൂട്ടിവെച്ചു. അടുത്തത് ദോക്കേബാജിക്കോ പഹ്ചാൻകർ നിരാശ ഹോന, ചതിയിൽ വഞ്ചന മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടുക. ഗാഡിവാല ചല ഗയ പക്ഷി ചട്ട് പടാക്കർ രഹ് ഗയ, ഗാഡിവാല തിരിച്ചു പോയപ്പോൾ പക്ഷി ആകെ ബോധം പോയി നിന്നു. അടുത്തത് പക്ഷി ഓർ ദീമക് കഹാനി മേ യെ കിൻ കിൻ കാ പ്രതിനിധിത്വ കർത്താ ഹെ, പക്ഷിയും ചിതലും എന്ന കഥയിൽ ഇവ ആരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഗാഡിവാലയുണ്ട്, അതുപോലെ പക്ഷി, ദീമക്, പങ്ക്, ബില്ലി. ഇവിടെ ഗാഡിവാല വ്യാപാരി, അതുപോലെ ഉദ്യോഗപതി. പക്ഷി നൗജവാൻ, ദീമക് പ്രലോഭനാണ്, പങ്ക് അസ്തിത്വമാണ്, ബില്ലി ശോഷക്. അടുത്ത് ആജ് കെ ജമാനെ മേ പക്ഷി ഔർ ദീമക് കഹാനി की പ്രാസംഗികത തക്ക് കഹാം തക്ക് ഹേ ചർച്ച കർക്കെ ടിപ്പണി ലിഖെ, ഇന്നത്തെ കാലത്ത് പക്ഷിയും ചിതലും കഥയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിൻ്റെ ആൻസർ നോക്കാം. അസ്തിത്വ ബനായെ രഖ്നെ കി മാങ് കർണേ വാലി കഹാനി പക്ഷി ഔർ ദീമക് എന്നൊരു ഹെഡിങ് കൊടുത്തു. മുക്തിബോധ് സെ ലിഖി ഗയി പ്രസിദ്ധ കഹാനി ഹെ പക്ഷി ഔർ ദീമക്. इसमें एक नौजवान पक्षी अपना पंख देकर दीमक खरीद कर गाने लगता है, अपने माता पिता के उपदेश तक को वह सुनता नहीं है. അതായത് ഇവിടെ ഈ കഥയിൽ ഒരു യുവാവായ പക്ഷി അവൻ്റെ ചിറകുകളെല്ലാം കൊടുത്ത് ചിതല് വാങ്ങി കഴിക്കുന്നു. തൻ്റെ മാതാവും പിതാവും ഒന്നും പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല. അന്തുമേ പങ്ക് സബ് നഷ്ട ഹോനെ പർ വഹ് ചട്ട് പട്ടാത്താ ഹെ, അവസാനം ചിറകെല്ലാം നഷ്ടപ്പെട്ട് അവൻ ദുഃഖിതനാകുന്നു, നിരാശനാകുന്നു. ദീമകോം കോ ഇക്കട്ടാ കർക്കെ ഉസ്കെ ബദലെ വ്യാപാരി സെ പങ്ക് വാപ്പസ് ലേനെ കാ വിഫൽ പ്രയാസ് വഹ് കർത്താ ഹെ, ആ ചിതലുകളെല്ലാം സൂക്ഷിച്ച് അതിനു പകരം വ്യാപാരിയുടെ കയ്യിൽ നിന്ന് തന്നിൽ നിന്ന് പോയ ചിറകൊക്കെ തിരിച്ചു വാങ്ങാൻ അവൻ കഷ്ടപ്പെടുന്നു. ലേക്കിൻ വഹ് ദോക്കാകാത്ത ഹെ, പക്ഷെ അവൻ വഞ്ചിക്കപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. അന്തുമേ വഹ് ഏക്ക് കാലി ബില്ലി സെ പക്കടാ ജാത്ത ഹെ, അവസാനം അവനെ ഒരു കറുത്ത പൂച്ച പിടിക്കപ്പെടുന്നു. ഊപ്പർ സെ ദേഖ്നെ പർ യഹ് ഏക്ക് ഫാട്സി സാ ലഗ്താ ഹെ, लेकिन कहानी की गहराई पर जाते वक्त हम समझ सकते हैं कि यह ഫാൻറ്റസി नहीं ബാലിക് വർത്തമാൻ വാസ്തവികത ഹേ. നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഫാൻറ്റസി ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഫാൻറ്റസി മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു വാസ്തവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആജ്കൽ കോർപ്പറേറ്റ് ഹമേ ലൂട്ട് രഹേ ഹേ, ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾ നമ്മളെ ചതിക്കുകയാണ്. ഹം നൗജവാൻ ബിനാ സോച്ചെ സംജെ ഉസ്മേ ഫസ് ജാതാ ഹെ, നമ്മൾ ചെറുപ്പക്കാരാണ് അതിൽ വീഴുന്നത്. അന്തുമേ ഹം അപ്പന അസ്തിത്വ കോത്തെ ഹെ, അവസാനം നമ്മുടെ അസ്തിത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ജബ് ഹം അപ്പനി ഗൽത്തി സംജ്തേ ഹെ തബ് തക്ക് സബ് കുഷ് നഷ്ട ഹോ ജാതാ ഹെ, നമ്മൾ നമ്മുടെ തെറ്റ് അവസാനം നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലെല്ലാം അവർ വശത്താക്കിയിട്ടുണ്ടാവും. ആജ് കെ സമാനമേ യഹ് കഹാനി ബിൽക്കുൽ പ്രാസംഗിക ഹെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഹാനിക്ക് വളരെയധികം പ്രാസംഗികതമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പക്ഷിക്ക് ചരിത്രഗത വിശേഷതാവോമേ വിശ്ലേഷൺ കരെ ടിപ്പണി ലിഖെ, പക്ഷിയുടെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ കുറിപ്പെഴുതാം. പക്ഷിയുടെ ചരിത്രഗത വിശേഷത, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആൻസർ നോക്കൂ. പക്ഷി ഔർ ദീമക് കാ പക്ഷി ആലസി സ്വഭാവ് കാ ഹെ, പക്ഷി ഔർ ദീമകിലെ പക്ഷി എന്ന് പറയുന്നത് മടിയനായ സ്വഭാവമുള്ളൊരു പക്ഷിയായിരുന്നു. പരിശ്രം കെ ബിനാ ഭോജൻ പാനേ കാ ഇച്ഛുക് ഹെ, ഒരു പണിയും ചെയ്യാണ്ട്
വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നതാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. ഇസി കാരൻ സേ വഹ് ജൽദി വ്യാപാരി കെ പ്രലോഭൻ മേ ഫസ് ജാതാ ഹെ. ആ ഒരു കാരണം കൊണ്ട് അവൻ ആ വ്യാപാരിയുടെ പ്രലോഭനങ്ങളിൽ വീഴുന്നു. പങ്ക് നിക്കാൽക്കർ ദേനമേ ഉസേ ദർദ് ഹെ. അതായത് ചിറക് പറിച്ചു കൊടുക്കാൻ അവൻ വേദനയാണെങ്കിൽ പോലും പർബി അപ്പനെ അലസതാക്കിയ കാരൻ ഉസ്നെ ഉസ് ദർദ് കോ സഹലിയ. തൻ്റെ മടി കാരണം അത് അവൻ കഷ്ടപ്പെട്ട് പറിച്ചു കൊടുക്കാൻ തുടങ്ങി. സബ് കുച്ച് ഗോനെ പർ വഹ് അപ്പനി ഗലത്തി സംതാ ഭി ഹെ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന് അവൻ്റെ ചതി മനസ്സിലാകുന്നു. ലേക്കിൻ തബ് തക്ക് ഉസ്ക അസ്തിത്വം നഷ്ട ഹുവ. അപ്പോഴേക്ക് അവൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു. അടുത്തത് പക്ഷി ഓർ ദീമക് കഹാനി കോ ഫിൽമാനെ കെ ലിയെ പട്കഥ തയ്യാർ കരീം. പക്ഷിയും ചിതലും എന്ന കഥ സിനിമയാക്കുന്നതിന് തിരക്കഥ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പട്കഥ എഴുതേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. TV എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ വേണം? ദൃശ്യം വേണം, സീൻ ഏതാണെന്ന് എഴുതണം, പിന്നെ ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ട് എന്ന് വേണം, പിന്നെ എവിടെയാണ് നടക്കുന്നത്, സ്ഥാൻ വേണം, അതുപോലെ സമയം, അതൊക്കെയാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ദൃശ്യം 1 എന്ന് എഴുതി. സബേരേഖ ആകാശം, രാവിലെ ആകാശം, അതാണ് സ്ഥാൻ കൊടുത്തത്. 3 പക്ഷി ബാത്ത് കർത്തെ ഹുയെ ഉഡ് രഹേ ഹേ. 3 പക്ഷികൾ സംസാരിച്ചു കൊണ്ട് പറക്കുന്നു. ഏക് പക്ഷി, ഒന്നാമത്തെ പക്ഷി പറയുന്നു, ദേക്കോ ഉടുത്തെ ഉടുത്തെ ഹം ബഹുത്ത് ഊപ്പർ ആ ഗയേ. അപ്പോൾ ദൂസര പക്ഷി, നീച്ചെ ദേക്കോ സബ് കുച്ച് ചോട്ടാ ചോട്ടാ. താഴെ നോക്കൂ, എല്ലാം ചെറുതായി കാണുന്നു. അപ്പോൾ തീസര പക്ഷി, ദേക്കോ ഏക് ബൈൽഗാഡി ചൽ രഹി ഹേ. നോക്കൂ, ഒരു കാളവണ്ടി അല്ലേ വരുന്നത്. ദൂസര പക്ഷി, മുझे കുച്ച് ദിക്താ നഹി. എനിക്കൊന്നും കാണുന്നില്ല. തീസര പക്ഷി, മേ ജാക്കൂർ ദേക്കും. ഞാൻ പോയി നോക്കാം. ഉടുത്തെ ഹുയെ നീച്ചെ ജാതെ. എന്നിട്ട് പറന്നിട്ട് താഴേക്ക് വരുന്നു. ദൃശ്യദോ, ഇനി രണ്ടാമത്തെ ദൃശ്യത്തിൽ സടക്കാണ്, സബേര രാവിലെയാണ്, റോഡ്. എന്നിട്ടൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. കിനാരയ്ക്ക് പേടിക്ക് ഡാൽപർ തീസര പക്ഷി ആ ബൈഠ്താ ഹേ. അവിടെ മൂന്നാമത്തെ പക്ഷി അവിടെ മരത്തിൻ്റെ കൊമ്പിൽ വന്നിരിക്കുന്നു. സടക്ക് സേ ഗാഡി വാല ബേൽഗാഡി ലേക്കർ ആത്താ ഹേ. ആ റോഡിലൂടെ ബയൽഗാഡിയുമായിട്ട് നമ്മുടെ വണ്ടിക്കാരൻ വരുന്നു. ബയൽഗാഡിമേ ബരെ ബോരോമേ ദീമക് ഹേ. ആ വണ്ടിയിൽ ചിതലുകൾ ചാക്കുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഗാഡി വാലേക്ക് ദീമകേം ലേ ലോ കി ആവാസ് സുൻതി രഹത്തി ഹേ. അയാൾ ചിതല് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷി ഓർ ഗാഡി വാല ബാത്ത് കർത്തെ ഹേ. അങ്ങനെ നമ്മുടെ പക്ഷിയും വണ്ടിക്കാരനും തമ്മിൽ സംസാരിക്കുന്നു. ഗാഡി വാല, ദീമകേം ലേലോ എന്താണ്? ചിതല് വേണോ ചിതല്. പക്ഷി, ഓ ഗാഡി വാലെ ദീമകോം കാ ക്യാ ഭാവ് ഹേ. അപ്പോൾ ഗാഡി വാല, ഏക്ക് പർ ദേ ദോ മേ ദോ ദീമകേം ദേ ദൂഗ. അപ്പം എന്താ വില ചോദിച്ചു. അപ്പോൾ ഗാഡി വാല പറഞ്ഞത്, ഒരു തൂവൽ തന്നാൽ ഞാൻ 2 ചിതൽ തരും. പക്ഷി, പർ ചിറകോ. അപ്പോൾ ഗാഡി വാല, ഹാ പർ യഹ് ദീമക് തോ ബഹുത്ത് സ്വാദിഷ്ട ഹേ ചാഹേത്തേല്ലോ. ഈ ചിതൽ വളരെ സ്വാദിഷ്ടമുള്ളതാണ്, വേണമെങ്കിൽ വാങ്ങിക്കോ. പക്ഷി, ടീക്കെ ഗാഡി വാലെ ലോ ഏക്ക് പങ്ക് ദോ ദീമകേം ദോ. ശരി, എൻ്റെ ചിറകെടുത്തിട്ട് എനിക്ക് 2 ചിതൽ തരൂ എന്ന് പറയും. പക്ഷി കഠിനായി സേ പർ തോടുക്കർ ഗാഡി വാലക്കു ദേത്താ ഹേ ഔർ 2 ദീമകേം ലേക്കർ ഉഡ് ജാത്താ ഹേ. എന്നിട്ട് തൻ്റെ കൊക്കുകൊണ്ട് ഒരു തൂവൽ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തിട്ട് ഗാഡി വാലയ്ക്ക് കൊടുക്കുന്നു. എന്നിട്ട് പകരം കിട്ടിയ 2 ചിതൽ നല്ല സ്വാദിഷ്ടത്തോടെ കൊക്കിൽ പിടിച്ചിട്ട് പറന്നു പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പട്കഥയാക്കിയിട്ട് എഴുതിയത്. ഇനി ഇതിലത്തെ കുറച്ച് ഗ്രാമറാണ്. അതായത് അടിവരയിട്ട വാക്കുകളിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്, അന്ന് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ ഉസ്നെ. അപ്പോൾ ഇവിടെ നമ്മൾ അടിവരയിട്ട വാക്കുകൾ ഉസ്കെ, ഉസ്നെ, ഹമാര, ഉൻകെ എന്നൊക്കെയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഉസ്കെ, വഹ് പ്ലസ് കെ, ഉസ്കെ, വഹിൻ്റെ കൂടെ കെ ചേർത്തപ്പോഴാണ് ഉസ്കെ. അതായത് വഹ് എന്ന സർവനാമിൻ്റെ കൂടെ കെ എന്ന പരസർഗം ചേർന്നപ്പോഴാണ് ഉസ്കെ ഉണ്ടായത്. ഉസ്നെ, വഹ് പ്ലസ്നെ ഉസ്നെ, ഹമാര, ഹം പ്ലസ് ക ഹമാര, ഉൻകെ, വേ പ്ലസ് കെ ഉൻകെ. അതുപോലത്തെ സർവനാമങ്ങൾ കുറച്ചുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജിസ്മേം, ജോ പ്ലസ് മേം, ഉസ്കെ, ഹമാരെ, ഇതൊക്കെ നിങ്ങൾ
പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എക്സാം ടിപ്പുകളും അതുപോലെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഈ പാഠത്തിൻ്റെ മലയാള എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവർ ആ വീഡിയോയും കൂടി നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.